ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഓയിലിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. 1 മിനിറ്റോളം ഒന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴഞ്ഞ് വരണം. നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരും. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നു. ഇതുപോലെ നല്ലതായിട്ട് ഉടഞ്ഞ് വരണം നമ്മുടെ തക്കാളി, എന്നാലേ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ കറി നല്ല കുറുകി വരും. ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ കറിക്ക് പ്രത്യേക സ്വാദ് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി, ഒരുപാട് കരിക്കാൻ പാടില്ല. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. കുറച്ചൊന്ന് ലൂസായിരിക്കണം. അപ്പോൾ കിഴങ്ങുമായിട്ട് വെള്ളവും കിഴങ്ങും കൂടെ വെന്ത് വരുമ്പം അതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. മുട്ട നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മഞ്ഞക്കരു പൊട്ടാതെ നമുക്കിതിലേക്ക് ഇത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇടേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ മുട്ടയ്ക്ക് ഉപ്പില്ലല്ലോ. പിന്നെ ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ചേർക്കുക. കുറവാണെങ്കിൽ തുടക്കം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 മിനിറ്റിന് ശേഷമുള്ളതാണിത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക.